സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം ഭാഗം 12. അധ്യായം 12 ആണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വന്നത്. ഇനിയിപ്പോൾ ഭാഗം 13. ഈ ഭാഗം 13-ൽ പ്രധാനമായി തുടക്കത്തിൽ തന്നെ ഹൃദയനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അധ്യായം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. ഈ കഴിഞ്ഞ 12-ാം ഭാഗത്തിൽ അവസാനമായിട്ട്, അതായത് കഴിഞ്ഞ 12-ാം ഭാഗത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു വന്നത് ശ്രീരാമകൃഷ്ണ ദേവൻ എങ്ങനെയാണ് അമ്മയുടെ യന്ത്രമായി താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അമ്മയാണ് യന്ത്രി, ഞാൻ യന്ത്രം, ഈശ്വരനാണ് യന്ത്രി, ഞാൻ യന്ത്രം എന്നുള്ള ആ ഭാവനയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഒരു കുട്ടിയെപ്പോലെ, ഒരു കുഞ്ഞിനെ പോലെ, അമ്മയുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെയാണ് താൻ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ പെരുമാറുന്നത്, അതും ആ ഭാഗത്ത് വിവരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഈ ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതായത് 12-ാം ഭാഗം അവസാനിക്കുമ്പോൾ 12-ാം ഭാഗത്തിൻ്റെ അവസാനം സാക്ഷാൽ ഈശ്വരഭാവത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ സ്വയം ആ ഭാഗത്ത് വിവരിക്കുന്നത്. ഈശ്വരഭാവം എന്ന് പറയുമ്പോൾ താൻ അവതാരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആ ഭാഗത്ത് സംസാരിക്കുന്നത്. ഭഗവാൻ തൻ്റെ സംഭാഷണം മാസ്റ്റർ മഹാശയനോടും മറ്റും നടത്തുന്നത് അവതാരം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഒരു അവതാരമായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആ അവതാര ലക്ഷ്യം എന്താണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് 12-ാം ഭാഗം അവസാനിക്കുമ്പോൾ പറഞ്ഞു നിർത്തിയത്. എന്നാൽ 13-ാം ഭാഗം ആരംഭിക്കുമ്പോൾ മനുഷ്യഭാവത്തിലാണ് ഭഗവാൻ സംസാരിക്കുന്നത്. ഒരു മനുഷ്യഭാവം കൈവരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ഈശ്വരഭാവത്തിലും തുടർന്ന് മനുഷ്യഭാവത്തിലുമാണ് സംഭാഷണം നടത്തുന്നത്. ഇവിടെ 13-ാം ഭാഗത്തിലെത്തിയപ്പോൾ അത് മനുഷ്യഭാവമായി മാറി. കഴിഞ്ഞ തവണ പറഞ്ഞ, അതായത് ഈശ്വരീയമായ ഭാവത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഭഗവാൻ വിവരിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്ത്, ഈ സംസാരത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഈശ്വരഭാവത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ വിവരണം നൽകുന്നുണ്ട്. അതായത് ഒരു സ്വപ്നത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതുപോലെയാണ് ഈശ്വരഭാവത്തിൽ. സ്വപ്നത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് നമ്മളൊന്ന് ഭാവന ചെയ്ത് നോക്കുക. സ്വപ്നത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ വളരെ സജീവമായിട്ടാണ് സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നത്. അത് ആ കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരിക്കും. കാര്യം പൂർണ്ണ ബോധത്തോടു കൂടിയാണ് നമ്മൾ സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ആ ഭാഗത്ത്. കാരണം നമ്മൾ അത് വളരെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ആ സ്വപ്നത്തിൽ ഇടപെടുന്ന മേഖലയിലെ സുഖവും ദുഃഖവും സന്തോഷവും പ്രശ്നങ്ങളിലും എല്ലാം നമ്മൾ സജീവമായി ഇടപെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശരീരം നിശ്ചലമായിരിക്കും. സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ശരീരം നിശ്ചലമാണ്. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോഴാണ്.
അപ്പോൾ നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ആ കൺസെപ്റ്റിനെ ഒന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നു, നമ്മുടെ കിടക്കയിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ കിടക്കയിൽ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്നാണ് നമ്മൾ സ്വപ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ എന്തെല്ലാമോ പ്രവർത്തിക്കുന്നു, പക്ഷെ നമ്മുടെ ശരീരം നിശ്ചലമായി ആ കിടക്കയിൽ കിടക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഈ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത അവസ്ഥയിലേക്ക്, അതായത് ഈ സംസാരത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ, അതായത് ഉണർന്നു കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടിരുന്നോ, ആ കണ്ടപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ അതിൻ്റെ എല്ലാം ലക്ഷണം നമ്മുടെ ശരീരത്തിലുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വല്ലാതെ വിയർക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ വല്ലാതെ ശ്വാസോച്ഛ്വാസം വളരെ ശക്തമായി വരുന്നുണ്ടാകും, ചിലപ്പോൾ നമ്മുടെ കൈകാലുകൾ വരെ അനക്കിയിരിക്കാം. പക്ഷെ നമ്മുടെ ശരീരം ആകമാനമെടുത്താൽ അതൊരു നിശ്ചലാവസ്ഥയിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതേപോലെയാണ് ഈശ്വരീയമായ ഭാവത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് എന്ന് ഭഗവാൻ അത് വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് സമാധി അവസ്ഥയിൽ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭഗവാന്റെ ആ ഒരു അന്തർചോദന വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണുന്നവരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിശ്ചലാവസ്ഥയിലാണ്. അത് കാഴ്ചക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് അത് മനസ്സിലാകുന്നത്. അദ്ദേഹം നിശ്ചലനായിട്ട് സമാധി അവസ്ഥയിൽ ഇരിക്കുകയാണെന്നുള്ളത് കാഴ്ചക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷേ ഭഗവാന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ഭഗവാൻ സ്വയമേവ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തന മേഖലയിൽ നിന്ന് പെട്ടെന്ന് പതുക്കെ 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 ജാഗ്രത അവസ്ഥയിലേക്ക് ഉണർന്നു വരുന്നു എന്ന് പറയുമ്പോഴാണ് സമാധി അവസ്ഥയിൽ നിന്ന് ഉണരുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ മനുഷ്യർ സ്വപ്നാവസ്ഥയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. നമ്മുടെ ഭൂരിപക്ഷം സമയവും, നമ്മുടെ ആയുസ്സിൻ്റെ കൂടുതൽ സമയവും നമ്മൾ ജാഗ്രതാവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സംസാര ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ ശരീരബോധത്തോടു കൂടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, അവതാരങ്ങൾ ഒരിക്കലും ശരീരബോധത്തോടു കൂടിയല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയവും സ്വപ്നാവസ്ഥയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ശരീരത്തിന് തന്നെ ചലനങ്ങൾ തോന്നിയേക്കാം, പക്ഷെ അപ്പോഴും സ്വപ്നാവസ്ഥയിലാണ്, സ്വയമേവ സ്വപ്നാവസ്ഥയിലാണ്. അതായത് ഈ സംസാര ജീവിതത്തിലല്ല ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സംസാരത്തിൽ ഇടപെടുന്നത് വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സമയവും സ്വപ്നാവസ്ഥ എന്ന് പറയുന്ന ആ ഈശ്വരീയമായ ഭാവത്തിൽ, ഈ ലോകത്തല്ല എന്ന് മാത്രം. ഇതാണ് ഈശ്വരഭാവത്തിലും മനുഷ്യഭാവത്തിലുമുള്ള വ്യത്യാസം. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം, ഈശ്വരീയ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഈ മനുഷ്യഭാവത്തിൽ ഇരിക്കുന്നതിൻ്റെ സമയം വളരെ കുറവാണ്. അങ്ങനെ മനുഷ്യഭാവത്തിലേക്ക് വരുന്ന വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് ഈ വചനാമൃതത്തിൽ ഭഗവാന്റെ പല സന്ദർഭങ്ങളും നമുക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ വളരെ കുറച്ച് ഭാവത്തിൽ ഒന്നാണ് ഈ 13ാം ഭാവത്തിൽ. ഇവിടെ സമ്പൂർണമായ മനുഷ്യഭാവത്തിലേക്ക് ഭഗവാൻ മടങ്ങി വന്നു, അല്ലെങ്കിൽ ആ ഭാവത്തിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യഭാവത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. 13ാം ഭാഗം തുടങ്ങുമ്പോൾ 1883 ആഗസ്റ്റ് 19 ഞായറാഴ്ച, 13ാം ഭാഗത്ത് ഗുരുവും ശിഷ്യനും അധ്യായം 1 എന്ന ആ ഭാഗം തുടങ്ങുന്നത്, അതിൻ്റെ ഡേറ്റ് വളരെ പ്രസക്തമാണ്. ആ ഡേറ്റ് 1883 ആഗസ്റ്റ് 19 ഞായറാഴ്ച. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്നേ ദിവസമാണ് ഭഗവാന് ഹൃദയൻ്റെ ഒരു കത്ത് കിട്ടുന്നത്. ഹൃദയൻ നാട്ടിൽ, അദ്ദേഹം ഇപ്പോൾ ഭഗവാനോടൊപ്പം ദക്ഷിണേശ്വരത്തില്ല. ഈ വചനാമൃത കാലം തുടങ്ങുമ്പോൾ ഹൃദയൻ ഭഗവാനോടൊപ്പം ഇല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. അതായത് ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, അങ്ങനെ നാട്ടിലേക്ക് പോയി.
അങ്ങനെ നാട്ടിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കത്തയച്ചതാണ്. ആ കത്ത് കിട്ടുന്ന ദിവസമാണ് ഇന്ന് ഈ 13-ാം ഭാഗം ആരംഭിക്കുന്നത്. കത്ത് കിട്ടുന്ന ദിവസമാണ്. ആ ഭാഗം നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ മനുഷ്യാവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യാവസ്ഥയിലിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് ഭക്തന്മാരുമായി കഴിയുന്നു. ശ്രാവണം കൃഷ്ണ പ്രതിപദം. ഇപ്പോൾ നിവേദ്യത്തിനു ശേഷമുള്ള ദീപാരാധന സമയത്തെ നാഗസ്വരം വായിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്തുള്ള നാഗസ്വരം വായിച്ചു കഴിഞ്ഞു. അമ്പലം അടച്ചു. അപ്പോൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അമ്പലം അടച്ചു. ശ്രീരാമകൃഷ്ണദേവൻ ആഹാരത്തിന് ശേഷം, അത്താഴം കഴിഞ്ഞ ശേഷം അല്പം വിശ്രമിക്കുന്നു. വിശ്രമത്തിന് ശേഷം ഇപ്പോഴും ഇത് പകലാണ്, ക്ഷമിക്കണം, ഉച്ച സമയത്തെയാണ്. അപ്പോൾ വിശ്രമത്തിന് ശേഷം ഇപ്പോഴും ഉച്ച നേരം തന്നെ അദ്ദേഹം തൻ്റെ മുറിയിൽ ചെറിയ കട്ടിലിൽ ഇരുന്നരുളുന്നു. തത്സമയം മാസ്റ്റർ വന്നു, പ്രണാമം ചെയ്തു. അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ മാസ്റ്ററുമായി വേദാന്ത സംബന്ധമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ വേദാന്തം ചർച്ച ചെയ്യാണ് ഇവിടെ. അപ്പോൾ അഷ്ടാവക്ര സംഹിതയിലെ ആത്മജ്ഞാനത്തിൻ്റെ ചർച്ചയാണ് അവിടെ. അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചാണ് മാസ്റ്ററോട് പറയുന്നത്. ആത്മജ്ഞാനികൾ എങ്ങനെയായിരിക്കണം, അതായത് പരമാത്മാവ് എങ്ങനെ പറയുന്നു എന്നൊക്കെ തുടങ്ങിയ ആധ്യാത്മികമായ സമ്പൂർണമായും ആധ്യാത്മികതയെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വേദാന്ത സംഭാഷണത്തിനിടയിൽ പെട്ടെന്ന് ഭഗവാൻ തൻ്റെ സംഭാഷണത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റുന്നത് ഇവിടെ കാണാം. എന്താണ് കാട്ടുന്നത്? ഇതൊക്കെ പറയുന്നത്, അതായത് ഈ അഷ്ടാവക്ര സംഹിതയിലും ആത്മജ്ഞാനത്തിൻ്റെ ചർച്ച നടത്തുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ സന്യാസികളുടെ പക്ഷമാണ്. ഗൃഹസ്ഥരെ സംബന്ധിച്ച് ഈ പക്ഷം ശരിയായിട്ടുള്ളതല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അവർ സർവവും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ തന്നെ അവൻ നിഷ്ക്രിയനായ പരമാത്മാവ് എന്നിങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ തന്നെയാണ് നിഷ്ക്രിയനായ പരമാത്മാവെന്ന് സാധാരണഗതിയിൽ ഒരു ഗൃഹസ്ഥന് എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ബോധ്യപ്പെടും? അതായത് മനുഷ്യാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും നമ്മൾ പരമാത്മാവിൻ്റെ ഭാഗമാണെന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? മനുഷ്യാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്ന് ഭഗവാൻ തന്നെ ആത്മഗതമെന്നോണമാണ് ഇത് ചോദിക്കുന്നത്. ശരിക്കും മാസ്റ്ററോടാണ് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ഉള്ളിലുള്ള ഒരു വലിയ വൈഷമ്യത്തെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒരിക്കലും ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമില്ല. കാര്യം താൻ ഈശ്വരീയമായ ആ ആത്മാവിൻ്റെ ഭാഗമാണ് എന്ന്, അതാണ് താനെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. ഇതുവരെയുള്ള ഈ 13 ഭാഗങ്ങൾ 13-ാം ഭാഗം വരെ നമ്മൾ കടന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും ഭഗവാൻ യാതൊരു സംശയത്തിനും ഇടവരാത്ത വിധം ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നേ ദിവസം എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്? അതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാൻ, നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ഇവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? അതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? നമ്മളൊക്കെ അപ്പോൾ ഭഗവാൻ സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക്, വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടാണ് സംഭാഷണം ചെയ്യുന്നത്. എന്നിട്ട് പറയണം, വേദാന്തികൾ പറയും ആത്മാവ് നിർലിപ്തമാണ്, സുഖദുഃഖങ്ങൾ പുണ്യപാപങ്ങൾ ഇവയ്ക്കൊന്നും ആത്മാവിനെക്കുറിച്ച് ഒരു ദോഷവും ചെയ്യാനില്ല, എന്നാൽ ദേഹാഭിമാനികളായ ആളുകളെ ക്ലേശിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആര് പറയും? വേദാന്തികൾ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊക്കെ എങ്ങനെ സാധ്യമാകും? അപ്പോൾ സാധാരണക്കാരനും ഈ സന്യാസിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാരൻ ഒരു ചുമരു പോലെയാണ്. സന്യാസികൾ അല്ലെങ്കിൽ ഈശ്വരീയമായ ഭാവമുള്ള ഈശ്വര പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആകാശം പോലെയാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇഹലോകത്തിലുള്ള എല്ലാ പുകപടലങ്ങളും ചുമരിൽ പതിക്കും, ചുമർ കറുത്തുപോകും. നമ്മുടെ ഈ ഇഹലോകത്തുള്ള ഈ സംസാരത്തിലുള്ള എല്ലാ പുകയും ഈ ചുമരിൽ വന്ന് തട്ടിയാൽ ചുമർ കറുത്തുപോകും, പുക പിടിക്കും. അതേസമയം ഇതേ പുക ആകാശത്തിൽ ഒരിക്കലും പിടിക്കുന്നില്ല, ആകാശത്തിനെ അത് ഒട്ടും ബാധിക്കുന്നില്ല. അപ്പം സംസാരിയായിരിക്കുന്നിടത്തോളം കാലം
ഈ പുക ബാധിക്കും, ഈ കരി പിടിക്കും. ഇത് സ്വയമേവ ഭഗവാൻ പറയുന്നതാണ് ഇവിടെ. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ചിന്തിച്ചുകൊണ്ടാണ് ഭഗവാൻ പോകുന്നത്. ഇതൊരു ഇതൊരു ആത്മഭാഷണമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഭാഷണം നടത്തുകയാണ്. കാരണം ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഹൃദയൻ്റെ കത്താണ്. ഹൃദയൻ്റെ കത്ത് കിട്ടി വായിച്ചതോടുകൂടി ഭഗവാൻ ഒരു സാധാരണ മനുഷ്യാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ, കാര്യം ഭഗവാന് സങ്കടം വന്നു, വളരെയധികം സങ്കടം വന്നു ആ കത്ത് വായിച്ചപ്പോൾ. അപ്പോൾ ആ കത്ത് വായിക്കുമ്പോൾ സാധാരണഗതിയിൽ സങ്കടപ്പെടാൻ പാടില്ലാത്തതാണ്. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം ഹൃദയൻ്റെ കത്ത് വായിക്കുമ്പോൾ ഒരു കാരണവശാലും സങ്കടപ്പെടാൻ പാടില്ല. പക്ഷേ ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കുറേ നേരത്തേക്ക് നമ്മൾ ആ സംഭാഷണങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഭഗവാൻ ആ സങ്കടത്തിൽ നിന്ന് ഒരിക്കലും മോചിതനല്ല. എന്നിട്ട് മാസ്റ്ററോട് ഭഗവാൻ പറയുന്നു, നോക്കൂ, ഇന്ന് എൻ്റെ മനസ്സ് വളരെ മ്ലാനമായിരിക്കുന്നു. ഇന്ന് എൻ്റെ മനസ്സ് വളരെ മ്ലാനമായിരിക്കുന്നു. അത് മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു. ആ ബാധിച്ചതിനെ ഒന്ന് ന്യായീകരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഇത് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സംസാരിയായിരിക്കുന്ന സന്ദർഭത്തിൽ, ഈ സംസാരത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ തന്നെ, ഈ പുകപടലങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് ഭഗവാനും ഉത്തമ ബോധ്യം വരുന്നുണ്ട്. തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞ ആളല്ല ഇപ്പൊ പറയുന്നത്. എന്നിട്ട് എൻ്റെ മനസ്സിപ്പോൾ മ്ലാനമായിരിക്കുന്നു എന്നിട്ടാണ് പറഞ്ഞത്, ഹൃദയൻ അയാൾക്ക് വലിയ സുഖക്കേടാണെന്ന് എഴുതി അയച്ചിരിക്കുന്നു. ഹൃദയൻ്റെ കത്ത് കിട്ടി, ഹൃദയന് വളരെ സുഖമില്ലാതിരിക്കുകയാണ്, വളരെ ക്ലേശിക്കുകയാണെന്ന് അയാൾ എഴുതി അയച്ചിരിക്കുന്നു. അപ്പം ഈ മനക്ലേശമുണ്ടായപ്പോൾ ഭഗവാൻ സ്വയം ചോദിക്കുകയാണ്, ഇതെന്താണ്, മായയാണോ ദയയാണോ? അതായത് ഹൃദയനോടുള്ള ദയ കൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു മ്ലാന അവസ്ഥ വന്നതാണോ, അതോ താൻ മായയിൽ കുടുങ്ങിപ്പോയോ? സാധാരണ ഒരു സംസാര ജീവിതത്തിൽ ഒരു സംസാരിക്ക്, ഒരു ഗൃഹസ്ഥന് സംഭവിക്കാവുന്ന ആ ക്ലേശം, മനക്ലേശം, മായാബന്ധനം കൊണ്ടാണ് മനക്ലേശം വരുന്നത്. കാര്യം നമ്മുടെ ഈ ബന്ധങ്ങളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവൊക്കെ വേണ്ടപ്പെട്ടവരെല്ലാം എന്ന് പറയുന്നത് ഒരു മായാബന്ധനം മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ചുറ്റുപാടുകളുമായിട്ട് യഥാർത്ഥത്തിൽ നമുക്കൊരു ബന്ധവുമില്ല. നമ്മുടെ ആത്മാവിന് ഒരു ബന്ധവുമില്ല. ശരീരത്തിന് ബന്ധമുണ്ടായേക്കാം, പക്ഷെ ആത്മാവ് ഈ ബന്ധത്തിൽ ഒന്നും പെടുന്നില്ല. ആത്മാവ് ഇതിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട അവസ്ഥയിലുള്ളതാണ്. ഇതൊക്കെ ഇത്രയും 12 അധ്യായത്തിൽ ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞ ഭഗവാൻ ചോദിക്കുകയാണ്, ഇപ്പോഴെനിക്കെന്ത് സംഭവിച്ചു? എന്നെ സംബന്ധിച്ച് ഇതൊരു മായയാണോ അതോ എനിക്ക് ഹൃദയനോടുള്ള ദയയാണോ എന്നുള്ള ഒരു വല്ലാത്തൊരു ഡെലിമയിൽ ഭഗവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് ഈ ഭാഗത്ത് വരുന്നത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചോദിക്കുന്നുണ്ട്, മായ എന്നാൽ എന്താണെന്ന് അറിയാമോ? അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഭാര്യ, മക്കൾ, മരുമകൻ, മരുമകൾ, ചേട്ടൻ്റെ മകനും മകളും, എങ്ങനെയുള്ള ആത്മീയ ബന്ധങ്ങളെയാണ് ഈ മായ. ആ മായാബന്ധനത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കത്ത് കിട്ടിയപ്പോൾ ചെന്ന് പെട്ടത്. ഒരു കാരണവശാലും ഒരു അവതാര പുരുഷൻ ഒരിക്കലും ആ കത്ത് കിട്ടി അങ്ങനെ ചെന്ന് പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അറിയാതെ തന്നെ ആ മനക്ലേശത്തിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ ചെന്ന് പെട്ടുപോയിന്ന് സ്വയം മാസ്റ്ററോട് സമ്മതിക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് ആ 2-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോഴോ എന്നിട്ട് ആ കാര്യം ഈ മായാബന്ധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഹൃദയനെക്കുറിച്ച് പിന്നെ ആ മായാബന്ധനത്തിൽ പെട്ടുപോയ ആളെന്നുള്ള നിലയിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. കാര്യം ഈ രക്തബന്ധങ്ങളിൽപ്പെട്ട്, അത് രക്തബന്ധം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ അമ്മ, ചേട്ടൻ, മക്കൾ, മരുമക്കൾ എന്ന് പറഞ്ഞ ആ ലിസ്റ്റ്, നീണ്ടൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ലിസ്റ്റിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാ മനുഷ്യരും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവിടെ ഈ ഭൂമിയിൽ കിടക്കുന്നത്. എന്നിട്ട് ഭഗവാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഹൃദയൻ എനിക്ക് വേണ്ടി വളരെയൊക്കെ ചെയ്തു. ഹൃദയൻ എനിക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഒടുവിൽ കുറച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മതിൽക്കെട്ടിന് മുകളിൽ നിന്ന്
ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചതാണ് ശ്രീരാമകൃഷ്ണദേവൻ. അത്രമേൽ ദ്രോഹമുണ്ടായി. എന്നിട്ടോ ഒരിക്കൽ ഞാൻ പുറപ്പെട്ടു, അങ്ങനെയാണെങ്കിലും എനിക്ക് വേണ്ടി അയാൾ പലതും ചെയ്തിട്ടുണ്ട്. പഴയ കാര്യം നോക്കൂ, ഇതൊരു മായാബന്ധനമാണ്. ഒരിക്കലും ശ്രീരാമകൃഷ്ണദേവന് ഇത്തരം ഈ പൂർവകാല ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ഒന്നും ബാധിക്കാൻ പാടില്ലാത്ത ആത്മതത്വം അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഈശ്വരീയ രൂപമാണ്, അവതാരമാണ്. ആ ഭഗവാനാണ് ഇവിടെ സ്വയം പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഹൃദയനെ സംബന്ധിച്ച്. എന്നിട്ട് ആ മായാബന്ധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസാരിയുടെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക്, ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് പറയാം, അയാൾക്ക് ഇത്തിരി പണം അയച്ചു കൊടുത്താൽ നന്നായിരുന്നു, കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അയാൾക്ക് അയച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമാകുമെന്ന്. ഹൃദയന് പണം അയച്ചു കൊടുക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവന്റെ മനസ്സിന് സമാധാനമാകുമെന്നാണ് പറയുന്നത്. അപ്പം എത്രമാത്രമാണ് മാനുഷികാവസ്ഥയിലേക്ക് താഴ്ന്നുപോയത്. പക്ഷെ എന്നാൽ അതിനെക്കുറിച്ച് ഏത് ബാബുവിനോടാണ് ഞാൻ പറയാം? ബാബു എന്ന് പറയുമ്പോൾ ബംഗാളികളെ പൊതുവെ പറയുന്നത്. ഏതാളുകളോടാണ് എനിക്കിത് പറയാൻ പറ്റുക? കാര്യം കുറച്ച് പണം തരൂ, ഞാനിത് ഹൃദയൻ അയച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു പോയാൽ, ഞാനിത് ആവശ്യപ്പെട്ടു പോയാൽ, ആരോടാണോ ആവശ്യപ്പെട്ടത് അയാൾ ഇത് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കും. ശ്രീരാമകൃഷ്ണദേവൻ കുറച്ച് പണം ചോദിച്ചു, ഞാൻ കൊടുത്തു. നോക്ക്, എന്തൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഭഗവാൻ ചെന്ന് ചാടുന്നത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? ഈശ്വരീയമായ ഭാവത്തെക്കുറിച്ചോ ആത്മതത്വത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഇതൊക്കെ സ്വജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുമോ എന്ന് ഭഗവാൻ ഇവിടെ സ്വയം ചോദിക്കുകയാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താനും നമ്മെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, നമ്മുടെ മനക്ലേശത്തെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ നമ്മുടെ പക്ഷത്തിരുന്നു കൊണ്ട് പറയുന്നതാണിത്. കാരണം ഈ ഗ്രന്ഥം നമ്മൾ ഈ വചനാമൃതം വായിച്ചു പോകുമ്പോൾ ഇതിൽ നിന്നെല്ലാം ആത്മാവിനെ മോചിപ്പിക്കണം, ആത്മാവ് നിർലിപ്തമാണ്, ആത്മാവ് യാതൊരു ബന്ധങ്ങളിലും പെടുന്ന ആളല്ല, ശാരീരികമായ യാതൊരു ഇതിലും ബന്ധനത്തിലും വരുന്നതല്ല ആത്മാവെന്നൊക്കെ വലിയ ഗഹനമായ പഠനങ്ങൾ നടത്തി വരുമ്പോഴും ഈ 13ാം ഭാഗത്തിൽ എത്തുമ്പോഴും സത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഒരു വിശ്വാസവുമില്ല. അങ്ങനെ ആരും ഇത് വിശ്വസിക്കുന്നില്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പം പിന്നെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ പക്ഷത്ത് നിന്നു എന്ന് മാത്രം. അല്ലാതെ ഭഗവാന് ഹൃദയൻ്റെ ആ അവസ്ഥയിൽ, യഥാർത്ഥത്തിൽ ഹൃദയൻ്റെ ആ അവസ്ഥയിൽ പണം അയച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ മനസ്സിനെ അത് ബാധിച്ചിട്ടോ എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു സാധാരണ, അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് ഒരു സംസാരിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മതത്വമൊക്കെ പറയാമെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അയാളോട് എനിക്ക് ആത്മതത്വം ഉപദേശിക്കാമെന്നുള്ളതല്ലാതെ ഈ ആത്മതത്വത്തെ അതേപോലെ ഉൾക്കൊള്ളാൻ ഈ സംസാരത്തിൽ ജീവിക്കുന്ന സാധാരണ ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർക്ക് സാധ്യമാകുകയില്ല. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് സാധ്യമാകും എന്ന് ഭഗവാൻ ഇവിടെ പരിതപിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് പരിതപിക്കുന്നത്. എന്നിട്ട് അപ്പോഴാണ് 3 മണിയോടുകൂടി അധരചന്ദ്രസേനനും ബലരാം ബസുവും വന്ന് പരമഹംസദേവനെ സാഷ്ടാംഗം നമസ്കരിച്ച് തറയിലിരിക്കുന്നു. അപ്പോൾ അധരനും ബലറാം ബസുവും വന്നു. എന്നിട്ട് അവർ തറയിലിരിക്കുന്നു. എന്നിട്ട് അപ്പോൾ അവർ ഭഗവാനെ കണ്ടപ്പോൾ ആ ഭഗവാന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ഈ കൂടെ സന്തത സഹചാരികളായിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടും. പ്രത്യേകിച്ച് അധരനെ സംബന്ധിച്ചും ബലറാം ബസുവിനെ സംബന്ധിച്ചൊക്കെ പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ടാണ് അവർ ഉടനെ ചോദിച്ചത്, അങ്ങേക്ക് അസുഖമൊന്നുമില്ലല്ലോ? കാര്യം കണ്ടപ്പോൾ അങ്ങനെ തോന്നി, എന്തോ മനക്ലേശം അനുഭവിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരിക്കലും ശ്രീരാമകൃഷ്ണനെ അവർ കാണുന്നില്ല. ഇവിടെ അവർക്കത് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അവർക്ക് ഭഗവാന്റെ ആ മുഖഭാവം കണ്ടപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു ഭഗവാൻ എന്തോ മനക്ലേശം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങേക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരീരത്തിന് അസുഖമൊന്നുമില്ല, പക്ഷേ മനസ്സിനല്പം വിഷമം വന്ന് ചേർന്നിട്ടുണ്ട്. ഹൃദയനെ സംബന്ധിച്ചാണ് തൻ്റെ മനക്ലേശമെന്ന് അവരോട് പറഞ്ഞില്ല. അത് മാസ്റ്ററോട് മാത്രമേ പറഞ്ഞുള്ളൂ ആ കാര്യം.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയനെ സംബന്ധിച്ച് ഭഗവാന് ഉള്ള ഒരു ഭഗവാന്റെ ഹൃദയനോടൊപ്പമുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൃദയൻ ഭഗവാന്റെ ജീവിതത്തിൽ, ഏതൊക്കെ തരത്തിലാണ് ഹൃദയൻ ഭഗവാന്റെ ജീവിതത്തിൽ ഒരു അവതാര ലീലയിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്നാണ്. അത് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഹൃദയൻ എന്നുള്ള ആ ഭാഗം കൂടെ, ഹൃദയനുമായിട്ടുള്ള ആ ഭാഗങ്ങൾ കൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് ഈ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാന്റെ ഒരു പ്രത്യേകത, ഭഗവാൻ തന്നെ ഇതിനെക്കുറിച്ച് പല തവണ മാർഷമഹാശയനോടും വിവരിച്ചിട്ടുണ്ട് ഹൃദയനെക്കുറിച്ച്. മാർഷമഹാശയനോടാണ് കൂടുതലും ഹൃദയനുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹൃദയനുമായിട്ട് പിന്നീടുണ്ടായ മനക്ലേശത്തെക്കുറിച്ചൊക്കെ മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് മാർഷമഹാശയനോട്, അല്ലാതെ മറ്റുള്ളവരോടൊന്നും ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അധർലാൽ സെന്നും ബലറാം ബസുവും വന്നപ്പോൾ പറഞ്ഞത് അവരോട് ഹൃദയൻ്റെ കാര്യമേ പറഞ്ഞില്ല, മനക്ലേശം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാർഷമഹാശയനോട് മാത്രമാണ് ഹൃദയനുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധവും അല്ലെങ്കിൽ പിന്നീടുണ്ടായ മനക്ലേശത്തെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുള്ളൂ. അത് പ്രധാനമായിട്ടും പറയുന്നത് സാധനാകാലത്ത് ഈ ശരീരം ഹൃദയൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ലായിരുന്നു. അവിടെയാണ് ഇനിയാണ് അവതാര ലീലയിൽ എങ്ങനെയാണ് ഒരാളുടെ സാമീപ്യത്തെ എങ്ങനെയാണ് ആ അവതാര ലീലയിൽ പങ്കാളിയാക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. ഇത് ഭഗവാൻ ഇവിടെ ഈ കാര്യങ്ങളൊന്നും വചനാമൃതത്തിൽ വിവരിക്കുന്നില്ല. അത് ഹൃദയനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഹൃദയനുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുന്ന ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള ലേഖനങ്ങളിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ സാധനാകാലത്ത് ഹൃദയൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇവിടെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ശരീരം തന്നെ നിലനിൽക്കുമായിരുന്നില്ല എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. കാരണം ഹൃദയൻ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ വെറും 15 വയസ്സേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ അന്ന് ഏതാണ്ട് 19-20 വയസ്സുണ്ട്. ദക്ഷിണേശ്വരം ക്ഷേത്രം 1855 ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അവിടെ പൂജാതി കാര്യങ്ങൾക്കായിട്ട് രാമേശ്വരനും രാംകുമാരൻ വന്നു കഴിഞ്ഞതിന് ചാർജ് എടുത്തതിനൊക്കെ ശേഷം ഉണ്ടാകുന്ന ആ സന്ദർഭം. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് അന്ന് കഷ്ടിച്ച് 19-20 വയസ്സ് വരും. ഹൃദയൻ 4 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഹൃദയന് 15 വയസ്സേ ഉള്ളൂ. 15ാമത്തെ വയസ്സിലാണ് ഹൃദയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് ദക്ഷിണേശ്വരത്ത് വരുന്നത്. അന്ന് മുതൽ 1855 വരുന്ന കാലം മുതൽ ശ്രീരാമകൃഷ്ണദേവനോടൊപ്പമായിരുന്നു ഹൃദയൻ. കാളി പൂജ ഏറ്റെടുക്കുമ്പോൾ പോലും ഭൗതിക കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ചുമതല ഹൃദയനെ ഏൽപ്പിക്കണമെന്നായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിരുന്നത്. ഹൃദയൻ്റെ ജോലി വളരെ കൂടുതലായിരുന്നു. അതാണ് ഇനിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ അവതാര ലീലയിൽ എങ്ങനെയാണ് ഒരാളെ പങ്കാളിയാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മധുർനാഥ് ബിശ്വാസു എല്ലാം തന്നെ ഈ രാംകുമാരന് സുഖമില്ലാതെ 55ൻ്റെ ഒടുക്കത്തിൽ തന്നെ ഏതാണ്ട് 56 ആകുമ്പോൾ തന്നെ രാംകുമാരന് കഷ്ടിച്ച് 1 വർഷമേ അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ശാരീരിക അസുഖം വന്ന് രാംകുമാരൻ, മൂത്ത ജ്യേഷ്ഠൻ രാമകുമാരൻ അവിടെ നിന്ന് പോയപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ പൂജാതി കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു ക്ഷേത്ര അധികാരിയായ മധുർ ബാബുവിൻ്റെ ഇഷ്ടം. പക്ഷേ ശ്രീരാമകൃഷ്ണദേവനോട് ഇക്കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, ഈ പൂജാതി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ശ്രീരാമകൃഷ്ണദേവന് ഒട്ടും പ്രശ്നമില്ല. പക്ഷേ ഈ ദേവിയുടെ ശരീരത്തിൽ ആഭരണവും മാലയൊക്കെ ധാരാളമുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ ധാരാളമുണ്ട്. ഈ ആഭരണങ്ങൾ കൂടെ നോക്കേണ്ട ചുമതല ക്ഷേത്രം പൂജാരിക്കാണ്. ഇപ്പം നമുക്കിപ്പോൾ അത് എത്രമാത്രം കടുത്തതാണ് ആ അവസ്ഥ എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഉടനെ ബോധ്യപ്പെടും. കാര്യം ശബരിമല വിഷയം വെറുതെ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ശബരിമലയിലുണ്ടായിരുന്ന സ്വർണം പോയെന്നോ അല്ലെങ്കിൽ ചെമ്പ് ആക്കിയെന്നോ ഒക്കെ പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നതൊന്നും ഓർത്താൽ മതി. അപ്പോൾ എത്രമാത്രമാണ് ഒരു ക്ഷേത്രത്തിൽ, വളരെ പ്രശസ്തമായ വലിയ സമ്പന്നമായ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്. ഭഗവാനെ പൂജിച്ചാൽ മാത്രം പോരാ, ഭഗവാന്റെ
ഈ ഈ എന്താ പറയുക, അതിൻ്റെ ഭൗതിക സ്വത്തുക്കൾ കൂടെ, ഭഗവാന്റെ ഭൗതിക സ്വത്തുക്കൾ കൂടെ സംരക്ഷിക്കേണ്ട ചുമതല ആ ക്ഷേത്ര പൂജാരി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നവർക്ക് കടന്നു വരും. ഇവിടെ കാളിപൂജ ഏറ്റെടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ കാളിമാതാവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണം മുഴുവൻ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ തനിക്ക് ബുദ്ധിമുട്ടാണ്, അത് തന്നെ കൊണ്ട് സാധ്യമാവില്ല എന്ന് പ്രത്യേകിച്ച് ഒരു തുട്ട് പോലും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത ആളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ ആഭരണം മാറ്റുക, ആഭരണം മാറ്റി വേറെ വെക്കുക, അങ്ങനെയൊക്കെയുള്ളത് അത് അതിൻ്റെ കൈകാര്യം ചെയ്യണമല്ലോ. അപ്പം അതിനൊരാൾ വേണം. അങ്ങനെയാണ് ഹൃദയനെ അത് ഏൽപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഹൃദയൻ യഥാർത്ഥത്തിൽ ഒരു പങ്കാളിയായി മാറുന്നത്. പിന്നെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നിരിക്കണമെന്ന് ഹൃദയനെ സംബന്ധിച്ച് ഈശ്വരൻ്റെ ലീലയെ, അതായത് ശ്രീരാമകൃഷ്ണ ഭാവത്തിൽ മുഴുവൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഏക വ്യക്തിയാണ്. ഭഗവാന്റെ ഈ ലീലയിൽ ആ ഈശ്വര അവതാരത്തിൻ്റെ മഹിമ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട വേറെ ഒരു മനുഷ്യനും ആ സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടായിട്ടേ ഇല്ല. ഭഗവത് ലീലയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ ഈശ്വരീയ ഭാവം മുഴുവൻ നേരിട്ട് കണ്ട ആളാണ് ഹൃദയൻ. അങ്ങനെ വേറെ ആരും കണ്ടിട്ടില്ല. ആരാണ് ശ്രീരാമകൃഷ്ണദേവൻ അറിയാവുന്ന ഏക വ്യക്തിയാണ് ഹൃദയൻ. പക്ഷെ എന്നിട്ടും ഇത്രയും നേരിട്ട് അനുഭവം ഉണ്ടായ ഹൃദയന് ഈശ്വരലാഭമുണ്ടായതേയില്ല. ശ്രീരാമകൃഷ്ണദേവന്റെ ഈശ്വരീയ ഭാവത്തെ ഹൃദയന്റെ മനസ്സിലേക്ക് കയറിയതേയില്ല. ഹൃദയൻ സംശയാലുവായി തന്നെയാണ് ജീവിച്ചത്. നോക്കൂ, നേരിട്ട് കണ്ടതാണ് കണ്ണുകൊണ്ട്, എല്ലാ രംഗങ്ങളും നേരിട്ട് കണ്ടതാണ്. ഈശ്വരീയ ഭാവത്തിൻ്റെ മുഴുവൻ ആ അവതാര ലീലയുടെ ഏറ്റവും മഹത്തരമായ രംഗങ്ങൾ മുഴുവൻ നഗ്നനേത്രങ്ങൾ കൊണ്ട്, മനുഷ്യന് കാണാൻ പറ്റില്ല, അത് മുഴുവൻ നേരിട്ട് കണ്ട ആളാണ് ഹൃദയൻ. എന്നിട്ട് പോലും ബാക്കിയുള്ളവർക്കൊക്കെ ആ കഥ അറിയാം, അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പം മാത്രമേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഈശ്വരീയ അവതാരമാണെന്നുള്ള സങ്കല്പത്തെയാണ് മറ്റുള്ളവരെല്ലാം വിശ്വസിച്ചത്. നമ്മളൊരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ എങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ നമ്മൾ നേരിട്ടൊന്നും അനുഭവിച്ചോ കണ്ടിട്ടോ ഇല്ല. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്ര വിഗ്രഹത്തെ നമ്മളെല്ലാം സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരനുഭവവും നേരിട്ട് നമ്മൾ ആ ഈശ്വരീയ ഭാവത്തിൻ്റെ ഒരു ലീലയും നമ്മൾ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. നമുക്കൊരു സങ്കല്പമാണ്. അതായിരുന്നു എല്ലാവർക്കും. മാസ്റ്റർ മഹാശയനാവട്ടെ, സ്വാമി വിവേകാനന്ദനാവട്ടെ, കൂടെ ഉണ്ടായിരുന്ന മറ്റ് സന്യസ്ത ശിഷ്യന്മാർക്കാകട്ടെ, ഗൃഹസ്ഥാശ്രമികൾക്കാകട്ടെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശാരദാദേവിക്ക് പോലും നേരിട്ട് ഈശ്വരീയ ഭാവത്തെ നേരിട്ട് കണ്ടോ അനുഭവിച്ചോ എന്നുള്ളതിന് ഹൃദയനല്ലാതെ മറ്റൊരാൾ ജീവിച്ചിരുന്നിട്ടേയില്ല. എന്നിട്ടോ ഹൃദയനൊട്ട് ഈശ്വര ലാഭം ഉണ്ടായതുമില്ല. എന്തിനെല്ലാമാണ് ഹൃദയൻ സാക്ഷിയായത്? ഭഗവാന്റെ ആ ലീലയിൽ നമ്മൾ നോക്കുമ്പോൾ ഹൃദയൻ സാക്ഷിയായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭഗവാന് മനോവിഭ്രാന്തി വന്നു ആദ്യം തുടക്കത്തിൽ. അത് കഴിഞ്ഞ് ചികിത്സിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു ദക്ഷിണേശ്വരത്ത് വെച്ച്. ഈ മനോവിഭ്രാന്തിയുടെ കാരണം എന്താണെന്നുള്ളത് ഹൃദയന് നന്നായിട്ടറിയാം. കാര്യം മറ്റുള്ളവർക്കൊക്കെ ഭ്രാന്തായിട്ട് തോന്നിയതാണ്. പക്ഷെ ഹൃദയന് നന്നായിട്ടറിയാം അത് ഭ്രാന്തല്ല, അത് ഈ കാളി മാതാവുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്. അല്ലെങ്കിൽ കാളി മാതാവുമായി നേരിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ഇടപെടലുകളാണ് അതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആളായതുകൊണ്ട് ഹൃദയന് നന്നായിട്ടറിയാം ഇത് മനോവിഭ്രാന്തിയല്ല എന്ന്. പിന്നീട് ശ്രീരാമകൃഷ്ണദേവന്റെ വിവാഹം, ശാരദാദേവിയായിട്ടുള്ള വിവാഹം, അതിന് സാക്ഷിയായ ആളാണ്. എന്തിന്? ഭൈരവി ബ്രാഹ്മണിയുടെ കീഴിൽ തന്ത്രവിദ്യയും മറ്റും പഠിക്കുമ്പോൾ ഭൈരവി ബ്രാഹ്മണിയെ കൊണ്ടുവന്ന ആളാണ്, കടവിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ആള് ഹൃദയനാണ്. ഭൈരവി ബ്രാഹ്മണിയുടെ എല്ലാ അവസ്ഥയെക്കുറിച്ചും നന്നായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ പോലെ അറിയാവുന്ന ആളാണ് ഹൃദയൻ. അത് കഴിഞ്ഞിട്ടോ തോതാപുരി സന്യാസ ദീക്ഷ നൽകിയതും തോതാപുരിയും ശ്രീരാമകൃഷ്ണദേവനുമായിട്ടുള്ള ബന്ധം,
തോതാപുരിയുടെ ആ കൂടെ ഉണ്ടായിരുന്ന ആ സഹവാസങ്ങൾ മുഴുവനും, ദക്ഷിണേശ്വരത്ത് സഹവാസം മുഴുവനുള്ളപ്പോൾ അതിനെല്ലാം സാക്ഷിയായ ആളാണ് ഹൃദയൻ. ഇനി മറ്റൊരു കാര്യം, ഇനി ഇതൊക്കെ ഒരു ആ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റിയ കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ലാത്ത ചില ദൃശ്യങ്ങൾക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കും സാക്ഷിയായിരുന്നു ഹൃദയൻ. അതിലൊരു ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം രണ്ട് വള്ളക്കാർ തമ്മിൽ അടികൂടുകയായിരുന്നു. എന്തോ കാര്യത്തിന് ഗംഗയുടെ ആ കടത്തുകടവിലെ രണ്ട് വള്ളക്കാർ തമ്മിൽ എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി, പരസ്പരം ഭയങ്കര വഴക്കായി. അപ്പോൾ അതിൽ ഏറ്റവും ശക്തി ഒരാൾക്ക് നല്ല ബലവാനാണ്, മറ്റയാൾ തീരെ ശക്തി കുറഞ്ഞ ആളാണ്. ആ ശക്തി കുറഞ്ഞ ആളെ ഈ ശക്തിമാനായ വള്ളക്കാരൻ പുറത്ത് പൊതിര തല്ലി. ആ ശക്തി കുറഞ്ഞ വള്ളക്കാരൻ ആ തല്ലുകൊണ്ട് അടികൊണ്ട് ചൂളിപ്പോയി. ശ്രീരാമകൃഷ്ണദേവനെ പിന്നീട് ദക്ഷിണേശ്വരത്ത് മുറിയിൽ വന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ പുറത്ത് നോക്കിയപ്പോൾ ആ ദുർബലനായ വള്ളക്കാരന് കിട്ടിയ അടിയുടെ മുഴുവനും പാട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്ത് നേരിട്ട് കണ്ടയാളാണ് ഹൃദയൻ. ഇതിൽ പരം ഒരു വലിയ പ്രത്യക്ഷാനുഭവം വേറെ എന്താ വേണ്ട? ഒരുപാടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഒരു ആ ഹൃദയൻ്റെ മുഴുവൻ പറയുമ്പോൾ നമുക്കിതെല്ലാം കൂടുതൽ ഇപ്പോൾ ഹൃദയൻ മറ്റേ പഞ്ചവടിയിലേക്ക് ഭഗവാൻ പോകുന്നതും അവിടെ ഒളിച്ചിരുന്ന് കാണുന്നതൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് ജീവിതത്തിൽ. പക്ഷെ ഇതാലോചിച്ചു, ഇത്രയും പ്രത്യക്ഷമായ അനുഭവം നേരിട്ടുണ്ടായ ആളാണ് ശ്രീരാമകൃഷ്ണൻ. പിന്നീട് കമാർപുക്കൂർ, ഹൃദയൻ്റെ വലിയ ആർജവത്തെക്കുറിച്ച് ഉള്ള അനുഭവം, ആ ഒരു ഭാഗവും കൂടെ വളരെ വ്യക്തമാണ്. കാരണം കമാർപുക്കൂരിലേക്ക് ശ്രീരാമകൃഷ്ണദേവനും ഭൈരവി ബ്രാഹ്മണിയും കൂടെ പോയപ്പോൾ കൂടെ പോയ ആളാണ് ഹൃദയൻ. അപ്പം അവിടെ ചെന്നിട്ട്, അപ്പം ശാരദാദേവിയായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോക്ക്. അപ്പം അവിടെ പോയിട്ട് ശാരദാദേവിയെ അടുപ്പിക്കില്ല ഈ ഭൈരവി ബ്രാഹ്മണി. ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് ഇടപഴകാൻ ശാരദാദേവിയെ ഭൈരവി ബ്രാഹ്മണി അനുവദിക്കില്ല. മാത്രമല്ല, ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കണോ, ഉണ്ണണോ, കിടക്കണോ, ഉറങ്ങണോ, നടക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭൈരവി ബ്രാഹ്മണിയാണ്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥയിൽ ഭൈരവി ബ്രാഹ്മണിയുടെ കയ്യിലെ ഒരു പപ്പറ്റ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് ഹൃദയന് തോന്നി. പ്രത്യേകിച്ച് ശാരദാദേവിയായിട്ടൊന്നും ഇടപെടാൻ സമ്മതിക്കുന്നേയില്ല. ഇതൊക്കെ കണ്ടപ്പോൾ വളരെ ക്രോധത്തോടു കൂടിയാണ് ഹൃദയൻ ഭൈരവി ബ്രാഹ്മണിയെ ദേഷ്യപ്പെട്ടത്. അങ്ങനെ ഭൈരവി ബ്രാഹ്മണിയോട് ദേഷ്യപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്ന വ്യക്തി കൂടിയായിരുന്നു ഹൃദയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൃദയൻ്റെ ചീത്ത വഴക്ക് പറയുന്നത് കേട്ട് അവസാനം ഭൈരവി ബ്രാഹ്മണി ബനാറസിലേക്ക് അതോടുകൂടി മടങ്ങിപ്പോകുമായിരുന്നു. ഭൈരവി ബ്രാഹ്മണിക്ക് സ്വയം ബോധ്യമായി താൻ ചെയ്ത ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് പോയത്, അല്ലാതെ വഴക്കുണ്ടാക്കി പോയില്ല. പക്ഷെ ആ ഹൃദയൻ പറഞ്ഞപ്പോഴാണ് ഭൈരവി ബ്രാഹ്മണിക്ക് അത് ബോധ്യം വന്നതും തിരിച്ച് ബനാറസിലേക്ക് മടങ്ങിപ്പോകുന്നത്, കമാർപുക്കൂരിൽ നിന്ന് മടങ്ങിപ്പോകുന്നതും അങ്ങനെയാണ്. ഇപ്പം നോക്ക്, ഹൃദയൻ്റെ ഓരോ ആ ഹൃദയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് ഓരോ. ഇനി അതിനേക്കാൾ ഗംഭീരമായൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് 1868 1868 ഒരു ദുർഗാപൂജാ ദിവസം. ഇപ്പം ദക്ഷിണേശ്വരത്ത് ഹൃദയനും ഉണ്ട്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനും ഒക്കെ ദക്ഷിണേശ്വരത്തുണ്ട്. അപ്പോൾ ഹൃദയന് അത്തവണ ഒരാഗ്രഹം, തൻ്റെ വീട്ടിൽ, അപ്പോൾ സീഹോർ എന്ന് പറയുന്ന കാമാർപുക്കൂറിനടുത്ത് സീഹോർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഹൃദയൻ്റെ വീട്. ഹൃദയൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ഹൃദയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ സഹോദരി വേണമെങ്കിൽ ഒരു കസിനാണ്. അപ്പോൾ ആ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ. അപ്പോൾ ആ ഒരു ബന്ധമുള്ളതുകൊണ്ട് അപ്പോൾ സീഹോറിലാണ്. ഹേമാങ്കിനി എന്നാണ് ആ സഹോദരിയുടെ പേര്. ഹേമാങ്കിനിയുടെ മകനാണ് ഹൃദയൻ. അപ്പം അമ്മായി എന്ന് അമ്മായി അല്ല, സഹോദരി, അമ്മായിയുടെ മകൾ ആണ് ഹേമാങ്കിനി, ശ്രീരാമകൃഷ്ണദേവൻ്റെ അമ്മായിയുടെ മകൾ. ആ അമ്മായിയുടെ മകളുടെ മകൻ ഹൃദയൻ. അപ്പോൾ സീഹോറിൽ ആണ് വീട്. അപ്പോൾ അന്ന് ഈ 1868 1868 ദുർഗാപൂജയ്ക്ക്
ഹൃദയനൊരു ആഗ്രഹം, തൻ്റെ സ്വന്തം വീട്ടിൽ ദുർഗാപൂജ ആഘോഷിക്കണം. ഇപ്പോൾ 55 ഇവിടെ വന്ന ആളാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒപ്പം, ശ്രീരാമകൃഷ്ണദേവനോടൊപ്പമല്ല, ആ ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ 55 വന്നതാണ്. ഇപ്പോൾ 68 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 13 വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ 13 വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിൽ ഒരു ദുർഗാപൂജ നടത്തണമെന്ന് ഹൃദയനൊരാഗ്രഹം. അപ്പോൾ ഹൃദയൻ സ്വന്തം പൂജാമുറിയിൽ, സീഹോറിലെ തൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഈ പൂജ ചെയ്യണം. അപ്പോൾ അതിനൊത്തിരി പണം വേണം പോകാൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇത് മധുർബാബു, ക്ഷേത്രത്തിൻ്റെ അധികാരിയായ മധുർബാബുവിനോട് പറഞ്ഞ് കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഹൃദയനൊരാവശ്യം പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഈ ദുർഗാപൂജയ്ക്ക് ശ്രീരാമകൃഷ്ണദേവനും കൂടെ വരണം, ആ പൂജയ്ക്ക് ശ്രീരാമകൃഷ്ണദേവനും കൂടെ വരണം എന്ന് ഹൃദയൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ കാര്യം ക്ഷേത്ര അധികാരിയായ മധുർബാബുവിനോട് പറഞ്ഞപ്പോൾ മധുർബാബു പറഞ്ഞു അത് പറ്റില്ല എന്ന് സമ്മതിച്ചില്ല. ശ്രീരാമകൃഷ്ണദേവനെ വിടാൻ സമ്മതമല്ല. കാരണം ഈ എല്ലാ കാളി പൂജയ്ക്കും മധുർബാബുവിൻ്റെ വീട്ടിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ചെല്ലുന്നത്. അത് ദക്ഷിണേശ്വരത്ത് വന്ന കാലം മുതലുള്ളൊരു പതിവ് ശീലമാണ്. അപ്പോൾ എല്ലാ ദുർഗാപൂജയ്ക്കും മധുർബാബുവിൻ്റെ വീട്ടിലായിരിക്കും ശ്രീരാമകൃഷ്ണദേവൻ. അതുകൊണ്ട് ആ ദിവസം ദുർഗാപൂജയ്ക്ക് വേറൊരിടത്തേക്കും പോകാൻ മധുർബാബു സമ്മതിക്കില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഹൃദയനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹൃദയൻ സ്വന്തം വീട്ടിലേക്ക് പോയി. ദുർഗാപൂജാ ദിവസം പൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ പൂജാമുറിയിൽ ദുർഗാദേവിയുടെ സമീപം ശ്രീരാമകൃഷ്ണദേവനെയാണ് കാണുന്നത്. ഹൃദയൻ ദുർഗാദേവിയെ പൂജ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നേരെ കാണുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഹൃദയൻ അത്ഭുതപരന്തരനായിപ്പോയി. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോൾ തിരിച്ച് ദക്ഷിണേശ്വരത്ത് വന്ന ഹൃദയൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു, മാമനെ ഞാൻ അമ്മാവാന്നാണല്ലോ വിളിക്കുന്നത്, അത് അമ്മയുടെ സഹോദരനായതുകൊണ്ട് അമ്മാവൻ. അപ്പം മാമനെ ഞാൻ ആ പൂജ ചെയ്യുമ്പോൾ പൂജാമുറിയിൽ കാളി വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ മാമനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ, നീ ശരിയാണ്, ഞാൻ അവിടെ വന്നിരുന്നു, സത്യത്തിലായിട്ട് എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വന്നിരുന്നു. നോക്കി, ഇത്രയും അനുഭവം കിട്ടിയ ആളാണ് ഹൃദയൻ. എന്നിട്ടും മനസ്സിലായില്ല. അതാണ് വലിയൊരു ദുര്യോഗമാണ് ഒരു ജന്മത്തിൻ്റെ. സത്യം പറഞ്ഞാൽ ഒരു സങ്കടകരമാണ് ഹൃദയൻ്റെ അവസ്ഥ. നമ്മളിത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എത്ര തവണയാണ് തെളിയിച്ചു കൊടുത്തത്, എന്നിട്ടും അതെപ്പോഴും ചിലപ്പോൾ അമ്മാവനായതുകൊണ്ടായിരിക്കാം, സ്വന്തം ആളായതുകൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടുപെടുന്നുണ്ടായിരിക്കാം. കാര്യം നമ്മുടെ സ്വന്തം ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു മഹത്തരം കാണിച്ചാൽ നമുക്കത് അങ്ങോട്ട് നമ്മൾ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക് അതങ്ങോട്ടൊരു വിശ്വാസം വരില്ല. അപ്പം അതേസമയം ഈ ഇത്രയും ബോധ്യപ്പെട്ടിട്ട് ഹൃദയൻ എന്താണ് ഇത് മനസ്സിലാകാതെ പോയതെന്ന് നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല. അതാണ് ഈ ഭഗവത് ലീലയുടെ ഒരു വലിയ വ്യത്യാസം. അപ്പോൾ പിന്നെ ഈ മാറ്റം സംഭവിച്ച ഈ സന്ദർഭങ്ങളിലൊന്നും ഹൃദയന് ശ്രീരാമകൃഷ്ണദേവനോട് യാതൊരു തരത്തിലുള്ള ഒരു എന്താ ഈർഷ്യയോ അല്ലെങ്കിൽ ഒരു വിരോധമോ അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിർത്തി അങ്ങനെയൊന്നുമില്ല. നോക്ക്, ഇത്രയും അനുഭവമുള്ള ഒരാൾ 15ാമത്തെ വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 40 വയസ്സ് വരെ, 15ാമത്തെ വയസ്സ് മുതൽ 40 വയസ്സ് വരെ ശ്രീരാമകൃഷ്ണദേവനോട് ഉണ്ടായിരുന്ന ഹൃദയന് ഇത്രയും ഈശ്വരീയമായ അനുഭവങ്ങളെല്ലാം കിട്ടിയിട്ട് ഏതാണ്ട് 25 വർഷമാണ് ഈ അനുഭവം കിട്ടിക്കൊണ്ടിരുന്നത്. 25 വർഷം കഴിഞ്ഞ് ഹൃദയന് 40 വയസ്സായപ്പോൾ അവിടെ മുതൽ ഹൃദയൻ ഭഗവാന്റെ ഏറ്റവും വലിയ ശത്രുവായി പെരുമാറാൻ തുടങ്ങി. അവിടെ മുതലാണ് ഈ ശത്രുത മനോഭാവത്തോട്, അല്ലെങ്കിൽ ഭഗവാനെ ചീത്ത വിളിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഭഗവാൻ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തതെന്ന്. അതാണ് നേരത്തെ പറഞ്ഞത്, എനിക്കൊരു അവസരത്തിൽ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രീരാമകൃഷ്ണദേവന് തോന്നി. ശ്രീരാമകൃഷ്ണദേവൻ നമ്മൾ ഈ 13ാം ഭാഗത്ത്
1-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് കേട്ടില്ലേ? എന്നാൽ ഒടുവിൽ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മതിൽക്കെട്ടിന് മുകളിൽ നിന്ന് ഗംഗയിൽ ചാടി ചാകാൻ പോലും ഞാൻ തയ്യാറായി. ഇത്രയും ഈശ്വരീയ പ്രത്യക്ഷാനുഭവം നൽകിയിട്ടാണ് ആ ഈശ്വരീയ പുരുഷൻ, ഈശ്വരൻ ആത്മഹത്യ ചെയ്യാൻ തോന്നി എന്ന് പറയുന്ന ഒരു ലോകത്ത് നമ്മൾ ഒരു പുരാണത്തിലും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ഈശ്വരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കേണ്ടി വന്നു. ഒരു ലൗകികന്റെ ഇടപെടൽ കാരണം ഈശ്വരൻ ആത്മഹത്യ ചെയ്യേണ്ടി, ഈ ആത്മഹത്യ ചെയ്യാൻ ഈശ്വരന് തോന്നേണ്ടി വന്നു എന്ന് ഭഗവാൻ തന്നെയാണ് ഇത് പറയുന്നത്. എനിക്ക് ആത്മഹത്യ എന്ന്. അപ്പോൾ ആ തരത്തിലുണ്ടായ ആ ഒരു ഇതിൽ നിന്ന് പിന്നീട് ഹൃദയനെ ദക്ഷിണേശ്വരത്തു നിന്ന് മാറ്റേണ്ടി വന്നു. അത് കാളിമാതാവ് അതിനു വേണ്ട എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി ഹൃദയനെ 1881 അതായത് ശ്രീരാമകൃഷ്ണ വചനാമൃതം, മാസ്റ്റർ മഹാശയൻ്റെ ശ്രീരാമകൃഷ്ണ വചനാമൃതം ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ്, 82 വചനാമൃതം ആരംഭിക്കുന്നു, മാസ്റ്റർ മഹാശയൻ വരുന്നു. അതിനൊരു വർഷം മുമ്പ് ഹൃദയൻ ദക്ഷിണേശ്വരം വിട്ട് പോകേണ്ടി വന്നു. അത് നമുക്ക് എല്ലാവർക്കും ആ കഥ അറിയാം. എന്നാലും അതിൻ്റെ ഒരു ചെറിയ, ത്രൈലോക്യൻ്റെ മകളെ, അതായത് മധുർ ബാബുവിൻ്റെ റാണി റാസാമണിയുടെയൊക്കെ മകൻ ത്രൈലോക്യൻ്റെ മകളെ പൂജ ചെയ്തതിൻ്റെ പേരിലാണ് ഹൃദയനെ പറഞ്ഞു വിടേണ്ടി വന്നത്. കാരണം അതിന് ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഹൃദയനും ത്രൈലോക്യനും ഭാര്യയും മകളും എല്ലാം കൂടെയാണ് അവിടെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ വന്നത്. അപ്പോൾ ആ വന്ന കാലത്ത്, ആ സന്ദർഭത്തിൽ അവരവിടെ താമസിക്കുന്ന ആ കാലത്ത് ഒരു ദിവസം ത്രൈലോക്യൻ്റെ ഭാര്യ തൻ്റെ മകളുടെ കാലിൽ നോക്കിയപ്പോൾ ഭസ്മം തൊട്ടിരിക്കുന്നു. ഇങ്ങനെ ചന്ദനം തൊട്ടിരിക്കുന്നു. അതായത് പൂജ ചെയ്യുമ്പോൾ എങ്ങനെയാണോ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തുന്നത്, അതേപോലെ ചന്ദനം തൊട്ടിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവർ അത് ചോദിച്ചത്, ഇതെങ്ങനെയാണ് ഈ ചന്ദനം കാലിൽ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഹൃദയൻ ദേവീഭാവത്തിൽ ഇരുത്തിക്കൊണ്ട് ഹൃദയൻ ത്രൈലോക്യൻ്റെ മകളെ പൂജ ചെയ്തു. ആ പൂജ ചെയ്തപ്പോൾ ആ പൂജാ വിധിക്കനുസരിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗത്താണ് ആ കാലിൽ ചന്ദനം ചാർത്തിയത്. ബ്രാഹ്മണൻ നോക്കണം, ഈ ത്രൈലോക്യനും അല്ലെങ്കിൽ റാണി റാസമണിയും മധുർബാബുവും അല്ല, അതായത് ക്ഷേത്രാധികാരികളെല്ലാം തന്നെ അന്നത്തെ കാലത്തെ കീഴ്ജാതിയിൽപ്പെട്ടവരാണ്. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് കീഴ്ജാതിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ ഒരു ബ്രാഹ്മണന് ഈ ക്ഷേത്രം എഴുതി വച്ച് കാളിക്ഷേത്രം ആരാധന ആരംഭിക്കേണ്ടി വന്നത് തന്നെ രാംകുമാരന്, ശ്രീരാമകൃഷ്ണദേവൻ്റെ ചേട്ടൻ രാംകുമാരന് ദാനം ചെയ്തതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്, ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തുകൊണ്ട്. ഇവിടെ ഒരു ബ്രാഹ്മണൻ തൻ്റെ മകളുടെ കാലിൽ സ്പർശിച്ചു. അങ്ങനെ ബ്രാഹ്മണൻ കാലിൽ സ്പർശിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം, ആ മകൾ വിവാഹിതയായാൽ വിധവയായി പോകും. ഇതാണ് ത്രൈലോക്യൻ്റെ ഭാര്യ പേടിച്ചു പോയത്. കാര്യം അങ്ങനെ തൻ്റെ മകൾ ഇനി വിവാഹം കഴിക്കാൻ നിർവാഹമില്ല. വിവാഹം കഴിച്ചാൽ ഭർത്താവ് മരിക്കും, അല്ലെങ്കിൽ ഇവൾ വിധവയാകും. അത് ഈ ബ്രാഹ്മണൻ കാലിൽ തൊട്ടതുകൊണ്ടാണ്. അത്രയും വലിയ ഒരു അന്നത്തെ കാലത്തെ കണക്കെടുത്താൽ അത്രയും പാപമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഹൃദയനെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്, ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പുറത്തായ ഹൃദയനാണ് പിന്നീട് ഒക്ടോബർ 26 ഒക്ടോബർ 1884, വചനാമൃതത്തിൽ ആ ഡേറ്റ് എടുത്താൽ അറിയാം, 26-ാം തീയതി ഒക്ടോബർ 1884 ഹൃദയൻ ഒരു തവണ കൂടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പുറമേ വന്ന് നിൽക്കുന്നുണ്ട്. അത് ആ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പോയിട്ട് നീ പൊക്കോ, ഞാൻ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞു വിട്ടു വന്ന്. അതാണ് അവർ തമ്മിലുണ്ടായ അവസാനത്തെ കൂടിക്കാഴ്ച. ഹൃദയനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. അതിന് തൊട്ട് മുമ്പുള്ള കൂടിക്കാഴ്ചയാണ് ഒരു വർഷം മുമ്പ്, അതായത് 1883 ആഗസ്റ്റ് 19. ഇപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന 13-ാം ഭാഗം
ആ അവസാന കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ദിവസമായിരുന്നു. ഈ ദിവസം കഴിഞ്ഞ് പിന്നെ അന്നാണ് ഒരു വർഷം കഴിഞ്ഞാണ് ഹൃദയൻ കാണാൻ വേണ്ടി അവിടെ വരുന്നത്. പക്ഷേ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റിയില്ല, പറഞ്ഞയച്ചു. പിന്നെ ഹൃദയൻ വന്നിട്ടേയില്ല. കാശിപ്പൂർ ഗാർഡനിൽ ഭഗവാൻ സുഖമില്ലാതെ കിടക്കുമ്പോഴും ഒന്നും ഹൃദയൻ പിന്നെ വന്നതേയില്ല. ഹൃദയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിൻ്റെ സമയത്തോ അതിനുശേഷമോ ഒന്നും കാണാൻ വന്നില്ല. പിന്നെ വരുന്നത് ഹൃദയൻ ഇതെല്ലാം കഴിഞ്ഞ് ആ കാക്കൂർഗാച്ചിയിൽ രാമചന്ദ്രദത്ത കാക്കൂർഗാച്ചിയിൽ ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ചിതാഭസ്മം വെച്ച് പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കാക്കൂർഗാച്ചിയിലേക്കാണ് ഹൃദയൻ വരുന്നത്. അപ്പോൾ അവിടെ വന്ന് താമസിച്ച് ആ പൂജാകാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ് അവിടെ കുറച്ച് ദിവസം താമസിപ്പിച്ചു. അപ്പോഴും ഇയാളുടെ ഈ ദുഷ്ടപ്രവൃത്തികൾക്ക് ഒരവസാനവും എന്നിട്ടും ഉണ്ടായില്ല. അതായത് ഭഗവാന് നിവേദിക്കേണ്ട ആ ആഹാരവും ആ നിവേദിക്കാൻ വയ്ക്കുന്നതൊക്കെ ഇയാളാണ് ആദ്യം കഴിക്കുക, എന്നിട്ട് ഇയാൾ നിവേദിക്കുള്ളൂ. അപ്പം ഇതെല്ലാം ആദ്യമേ ഇയാൾ കഴിക്കുകയും അവിടെ നടത്തേണ്ട രാമചന്ദ്രദത്ത അവിടെ കാക്കൂർഗാച്ചിയിലെ ആ ഷ്രൈനിൽ ആ പൂജാമുറിയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇയാൾ കുളമാക്കി. അവസാനം സഹികെട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് പോലും അയാൾക്ക് ബോധം വന്നില്ല. ഒരു മനുഷ്യ ജന്മത്ത് വരുന്ന ദുരന്തം ആലോചിച്ചു പറഞ്ഞു. പിന്നെ ഏതോ തുണിക്കച്ചവടക്കാരനായിട്ടൊക്കെ അലഞ്ഞു നടന്നതായിട്ടാണ് പിന്നീട് പറയുന്നത്. ആ ജീവിതം പാഴായിപ്പോയി. നമുക്കിവിടെ ഹൃദയൻ്റെ ജീവിതത്തെ നമ്മൾ കാണുക, ഈശ്വരീയമായ അവതാരത്തിൻ്റെ മുഴുവൻ മഹിമയും സ്വന്തം നഗ്നനേത്രങ്ങൾ കണ്ട ഏക വ്യക്തി. പക്ഷെ ഒരിക്കലും ഈശ്വരലാഭം കിട്ടാതെ പോയ ഹതഭാഗ്യനായി പോയ ആ ജന്മം പാഴായിപ്പോയി. നമ്മെ ഹൃദയൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് ഈശ്വരീയമായ ആ മഹിമയെ ബോധ്യപ്പെടാനുള്ള മനസ്സും ആ പ്രാർത്ഥനയും നമുക്കുള്ളപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് മാത്രമാണ് ഹൃദയൻ എന്നുള്ള ആ കഥാപാത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന്. ആ അവതാരലീലയിൽ ഹൃദയൻ്റെ സ്ഥാനം എന്താണ്, ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, കാണേണ്ടത്, അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് എങ്ങനെ സഹവസിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണ് ഹൃദയനുമൊത്തുള്ളത്. അതാണ് ഈ 13ാം ഭാഗം ആരംഭിക്കുന്ന ഭാഗം. വളരെ ശ്രേഷ്ഠമായൊരു ഭാഗം. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. കിട്ടുള്ളൂ. സങ്കടം തോന്നുന്നു. ഇതേ അല്ലേ, എല്ലാ അവതാരത്തിൻ്റെ മഹിമ മുഴുവൻ കണ്ടിട്ട് ഭയങ്കരമാണത്. അതാ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ദുര്യോഗത്തെ കൂടുതൽ നമുക്ക് ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അതെ സങ്കടം തോന്നും. ഒരു ചിത്രം പോലും അവശേഷിച്ചില്ല കാണാൻ. പിന്നെ ദൈവാധീനത്തിന് ഭഗവാനോടൊപ്പമുള്ള ഒരു ചിത്രം ഉള്ളതാണ് ആകെ ഹൃദയനെ കാണാൻ കഴിയുന്നത്. എല്ലാം ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും. ആ ശരീരം നിലനിർത്തിയത് ഹൃദയനാണ്. അത്രമേൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഭഗവാന്റെ അടുത്ത്. എന്നിട്ടാണ് ഇങ്ങനെ പെട്ടെന്നല്ലേ ഒരു സുപ്രഭാതത്തിൽ ആളങ്ങ് തിരിഞ്ഞുപോയി പെട്ടെന്ന്. ശാരദാദേവിയൊക്കെ എന്തോരം ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, പറഞ്ഞു വിട്ടു അവിടെ. അതെ നാമം ജപിക്കാം.